കെവിനെ മറക്കാൻ മലയാളികൾക്കാകില്ല. ദുരഭിമാന കൊലയുടെ രക്തസാക്ഷി. കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായപ്പോൾ അതിന് ചിറകുവെച്ച് പറക്കാൻ ശ്രമിച്ച നീനുവിന്റെ സ്വന്തം കെവിൻ. എന്നാൽ താൻ കണ്ട സ്വപ്നങ്ങൾക്ക് ആയുസ് കുറവെന്ന് നീനു തിരിച്ചറിയാൻ വൈകി. കെവിന്റെ ഓർമ്മകളിൽ തോരാത്ത മിഴികളുമായി നട്ടാശ്ശേരിയിലെ വീട്ടിൽ നീനു കാത്തിരിക്കുന്നുണ്ട്, നീതി കിട്ടുന്നതും കാത്ത്. നീനുവിന്റെ അച്ഛനും ചേട്ടനും ഇപ്പോൾ കോട്ടയത്തെ ജയിലിലാണ്. ഒരു വട്ടം പോലും അവരെ കാണാൻ തോന്നിയിട്ടില്ലെന്ന് നീനു പറയുന്നു. അമ്മയോ മറ്റു ബന്ധുക്കളോ പിന്നീട് ഇതുവരെ നീനുവിനോട് സംസാരിച്ചിട്ടില്ല. ജന്മം തന്നവരെന്ന ബഹുമാനമുണ്ട്, പക്ഷേ തെറ്റു ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന നീതിബോധത്തിനും അപ്പുറമല്ല ആ സഹതാപമെന്ന് നീനു പറയുന്നു. ഓർമ്മകളിൽ വിങ്ങിനീർന്ന ആ വീട്ടിലെ ഓരോരുത്തരും വീണുപോകാതെ പരസ്പരം താങ്ങി നിൽക്കുന്നത് നീതി കിട്ടുമെന്ന പ്രതീക്ഷ കൊണ്ട് മാത്രമാണ്. സന്ധ്യയായാൽ ആ വീട്ടിൽ 4 കുട്ടികൾ പാഠങ്ങൾ ഉറക്കെ ചൊല്ലുന്നത് കേൾക്കാം. നീനുവിന്റെ ട്യൂഷൻ കുട്ടികളാണ്. നീനു കോളേജ് വിട്ടു വരുമ്പോഴേക്കും പഠിക്കാൻ തയ്യാറായി അവർ കാത്തിരിക്കുന്നുണ്ടാകും. ഡിഗ്രി 6ാം സെമസ്റ്റർ വിദ്യാർത്ഥിയായ നീനുവും ഉപരിപഠനത്തിന് തയ്യാറെടുക്കുകയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എവിടെയെങ്കിലും MSc ജിയോളജിക്ക് ചേരണമെന്നാണ് ആഗ്രഹം. വാശിയോടെ പഠിക്കാൻ സാഹചര്യങ്ങൾ പഠിപ്പിച്ചെന്ന് നീനു പറയുന്നു. ഉറച്ച ലക്ഷ്യത്തിനു പിന്നിലും നീനുവിന് ഒരു കാരണമേ ഉള്ളൂ, ജോലി വേണം. കെവിന്റെ പപ്പയെയും മമ്മിയെയും സങ്കടപ്പെടുത്താതെ കരുതലോടെ ചേർത്ത് പിടിക്കണം. കൂട്ടുകാരും അധ്യാപകരും നൽകുന്ന പിന്തുണയാണ് ഏകബലം. അവരാണ് നേരെ നിൽക്കാൻ നീനുവിനെ പഠിപ്പിച്ചത്. ഒന്നും ചോദിക്കാതെ തുറിച്ചു നോക്കുന്ന ചിലരുണ്ട്. ആളെ തിരിച്ചറിഞ്ഞാൽ മറ്റുള്ളവരെ കൂട്ടമായി വിളിച്ചു കൊണ്ടുവന്ന് ഇതാണ് ആ കൊച്ച് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നവരുണ്ട്. അത്തരം സമീപനങ്ങൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൊണ്ട് പലയിടത്തും നീനു ഇപ്പോൾ പോകാറില്ല. ഇഷ്ടപ്പെടുന്നവരുടെ ചുറ്റുവട്ടത്തിനുള്ളിലാണ് അവളുടെ ജീവിതം. പക്ഷേ ആർക്കും തണുപ്പിക്കാനാവാത്ത അഗ്നിയുണ്ട് ദുരഭിമാന കൊലയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയായ അവളുടെ ഉള്ളിൽ. കോടതിയിൽ തനിക്ക് പറയാനുള്ളത് പതർച്ചയില്ലാതെ പറയാനുള്ള ദിവസത്തിനായി കാത്തിരിക്കുകയാണ് നീനു, നീതി കിട്ടുമെന്ന പ്രതീക്ഷയോടെ. ഇപ്പോഴും നടക്കുമ്പോൾ അനീഷ് തിരിഞ്ഞു നോക്കും. പുറകിൽ നിന്നപ്പോഴോ അവൻ വിളിച്ച പോലെ തോന്നിയതായിരിക്കും. അവൻ ഇല്ലല്ലോ അല്ലേ? സ്വതവേയുള്ള നിസ്സംഗമായ ചിരിയിലൊതുക്കി അനീഷ്. കൂട്ടുകാരനില്ലാതെ ഒറ്റയ്ക്കായതിന്റെ പ്രതിഫലനം അനീഷിലുണ്ട്. അനുഭവങ്ങൾ അത്രയ്ക്ക് അനീഷ് സെബാസ്റ്റ്യൻ എന്ന ചെറുപ്പക്കാരനെ തളർത്തിയിരുന്നു. കേസിലെ പ്രധാന സാക്ഷിയായ അനീഷ് പറയുന്നു. കെവിന്റെ ബന്ധുവും കേസിലെ പ്രധാന സാക്ഷിയുമായ അനീഷ് ഓർമ്മിക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത രാത്രിയാണ് മെയ് 26 അന്നാണ് രാത്രിയുടെ മറവിലെത്തിയ ഒരു സംഘം കെവിനെ അനീഷിൽ നിന്നും നീനുവിൽ നിന്നും പറിച്ചെടുത്തത്. പാതി വരെ മാത്രമേ അവന്റെ ഒപ്പം എനിക്ക് പോകാനായുള്ളൂ. വഴിയിൽ എന്നെ ഇറക്കിവിട്ട് അവനെ കൊണ്ടവർ പോയി. അനീഷ് ആ രാത്രിയുടെ നടുക്കത്തിലാണ്. അന്ന് രാത്രി അക്രമികൾ തകർത്ത അനീഷിന്റെ വീട് പുതുക്കി പണിതിട്ടില്ല. ഇടയ്ക്ക് അവിടെ ചെന്ന് ഒറ്റയ്ക്കിരിക്കും. മാന്നാനത്തെ കോൾഡ് സ്റ്റോറേജ് നടത്തിപ്പിന്റെ തിരക്കിലാണ് അനീഷെങ്കിലും മുടങ്ങാതെ കെവിന്റെ വീട്ടിലെത്താറുണ്ട്. കേസിൽ ശക്തമായി പ്രതികൾക്കെതിരെ സാക്ഷി പറയുമെന്ന് അനീഷ് ആവർത്തിക്കുന്നു. കെവിനെ ഇല്ലാതാക്കിയവർക്ക് പരമാവധി ശിക്ഷ കിട്ടണം. അതിന് ഏതറ്റം വരെ വേണമെങ്കിലും പോകുമെന്ന് അനീഷ് പറഞ്ഞു. ഇതുവരെ സമ്മർദ്ദങ്ങളോ ഭീഷണികളോ ഉണ്ടായിട്ടില്ല. കെവിന്റെ വീട്ടിൽ താമസിച്ചിരുന്ന നീനുവിനെ തിരികെ കൊണ്ടുപോകുന്നതിനായി പ്രതികളെത്തി. നീനുവിനെ വിവാഹം കഴിച്ച് താമസിപ്പിച്ച കെവിനെ തട്ടിക്കൊണ്ടുപോയി. യാത്രയ്ക്കിടെ കെവിൻ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്തുടർന്ന പ്രതികൾ കെവിനെ ആറ്റിൽ വീഴ്ത്തി കൊലപ്പെടുത്തി. അന്യായ തടങ്കലിൽ അസ്വാഭാവിക സാഹചര്യത്തിൽ കെവിൻ കൊല്ലപ്പെട്ടതിനാൽ കൊലപാതക കുറ്റം പ്രതികൾക്കെതിരെ ചുമത്തി. ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ നീനു ചാക്കോയുടെ വീട്ടിലിപ്പോൾ മാതാവ് രഹന ചാക്കോ മാത്രം. വീടിനോട് ചേർന്ന് സ്റ്റേഷനറി കടയും തയ്യൽ ഷോപ്പും രഹന നടത്തുന്നുണ്ട്. കെവിന്റെ മരണം കഴിഞ്ഞ് 1.5 മാസത്തിനു ശേഷമാണ് രഹന വീട്ടിലെത്തിയത്. വീട്ടിലെത്തി പിറ്റേന്നു തന്നെ കടകളെല്ലാം തുറന്നു. ഇതിനിടെ ചാക്കോയുടെ സഹോദരൻ രഹനയെ മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസ് കേസുണ്ടായി. രഹന ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കേസിൽ ചാക്കോയുടെ സഹോദരനെ കോടതി റിമാൻഡ് ചെയ്തു. കെവിൻ എന്ന ചെറുപ്പക്കാരന്റെ ദുരഭിമാന കൊല കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. അതിൽ നിന്ന് കേരളം മോചിതരായെങ്കിലും നീനു ഇപ്പോഴും കെവിന്റെ ഓർമ്മയിൽ ജീവിക്കുന്നു. ഒരിക്കലും തന്റെ സ്വപ്നം തിരിച്ചു വരില്ലെന്നറിഞ്ഞിട്ടും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.